യെസ്, സലീം മടവൂർ, ഇന്ന് ഇക്കൂട്ടത്തിൽ ഹിന്ദുവിരുദ്ധ പരാമർശത്തോടൊപ്പം മണിപ്പൂരിലും പരാമർശമുണ്ടായി. മണിപ്പൂർ ഇന്ത്യയിൽ തന്നെയാണോ എന്നൊക്കെയുള്ള, ഭാരത് തന്നെയാണോ എന്ന സംശയമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു. നോക്കൂ, ഈ മണിപ്പൂർ വെച്ചാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവിടെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാം എന്ന ആഗ്രഹത്തോടുകൂടി ഇരു മുന്നണികളും ഇവിടെയും വളരെ സജീവമായി അത്തരം പ്രചരണങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പക്ഷെ നോക്കൂ, ബന്ധപ്പെട്ടവർ പോലും പറഞ്ഞു അത് രണ്ട് വംശങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, സംഘർഷമാണ് എന്ന് പറഞ്ഞിട്ടും അത് വലിയ വർഗീയ കലാപമാണ്, അത് BJPയുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ് അങ്ങനെയൊരു വർഗീയ കലാപം അവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ പറയുന്നതിലെങ്കിലും ഒരു തിരുത്തൽ ഈ വൈകിയ വേളയിലെങ്കിലും നടത്തേണ്ടതല്ലേ, പ്രത്യേകിച്ച് രാഹുലിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വീണ്ടും പ്രീണന സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ വളരെ ബോധപൂർവം ഡെലിബറേറ്റായിട്ട് ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയത്. ഇനിയിപ്പോൾ രാഹുലിൻ്റെ സഹോദരി വയനാട്ടിൽ മത്സരിക്കാൻ വരികയാണ്. അവിടെ പ്രതീക്ഷിച്ച വോട്ടൊന്നും കിട്ടിയിട്ടില്ല, അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വിശ്വാസമാർജിക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ പരാമർശത്തെ ചേർത്ത് വായിക്കേണ്ടതല്ലേ? ഒന്നാമത് അനിൽ നമ്പ്യാരെ, അവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മനസ്സിലായിട്ടുണ്ട് ഈ പറഞ്ഞത് തങ്ങളെ കുറിച്ചാണെന്ന്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി 2-3 തവണ എഴുന്നേറ്റതും അമിത്ഷാ എഴുന്നേറ്റതും രാജ്നാഥ് സിംഗ് എഴുന്നേറ്റതും ഒക്കെ തന്നെ അവർക്ക് ഈ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് തങ്ങളുടെ കപട രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറഞ്ഞത്. പറയട്ടെ അവർക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, അവർക്ക് മനസ്സിലായി. ഇനി ഈ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പറഞ്ഞത്, അതായത് കള്ളത്തരം പറയുന്നവരും വിദ്വേഷം പറയുന്നവരും യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പ്രകോപിതരായിട്ട് അവിടുത്തെ BJPയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിനെതിരെ കൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് ഞങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾ, അദ്ദേഹം അഡ്രസ് ചെയ്ത ആളുകൾ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ ഒരു കൗശലക്കാരനായ കുറുക്കൻ 2 മുട്ടനാടുകളെ പരസ്പരം ഇടികൂടിച്ച് ഇടികൂടി ഉറ്റി വീണ രക്തം ആ കുറുക്കൻ നക്കി കുടിക്കുമ്പോ 2 മുട്ടനാടുകളും വന്നിട്ട് ആ കുറുക്കനെ 2 വശത്തുനിന്ന് അതിനെ ഇടിച്ച് കൊല്ലുന്നൊരു രംഗമുണ്ട്, കഥയുണ്ട്. അതേപോലെ മണിപ്പൂരിൽ സംഭവിച്ചത്. അവിടെ മെയ്ത്തികളെയും കുക്കികളെയും തമ്മിലടുപ്പിച്ച് പാവപ്പെട്ട സ്ത്രീകൾ നഗ്നരായ റോഡിലൂടെ നടത്തിച്ച് വളരെ മൃഗീയമായി അവരെ ആക്രമിച്ച് അവരെ അവഹേളിച്ചുകൊണ്ട് ഇതൊക്കെ അപഹാസ്യരാക്കിയപ്പോ ഗൗരവമായ ഒരു പട്ടാള ഭരണം അല്ലെങ്കിൽ അത് ഗൗരവമായ ഒരു നടപടി എടുത്തുകൊണ്ട് ആ സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ശ്രമിക്കാത്ത ആ ആളുകൾ രാഷ്ട്രീയമായ നേട്ടം കൊയ്യുകയാണെന്ന് അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷമായ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപോലെ മനസ്സിലാക്കി 2 കൂട്ടരും കോൺഗ്രസിനെ, അവിടുത്തെ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചു. അതാണ് മാറ്റം ഉണ്ടായത്. ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചു. അപ്പൊ 2 സീറ്റിലും അവിടുത്തെ മണിപ്പൂരിലെ ലോവർ ഭാഗത്തും അപ്പർ ഭാഗത്തും 2 സീറ്റിലും അവിടെ ഇന്ത്യ മുന്നണി വിജയിച്ചു. സലീം മടവൂർ, അവിടുത്തെ അദ്ദേഹമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. സലീം മടവൂർ, അവിടുത്തെ ബിഷപ്പ് തന്നെ ഈ ക്രൈസ്തവ സഭ പുരോഹിതന്മാർ, ബിഷപ്പുമാർ ഇവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വംശീയ സംഘർഷമാണ്, അതിനെ ഒരു കാരണവശാലും വർഗീയമായി കാണരുത്, വർഗീയ കലാപമായിട്ട് കാണരുത്, ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത് എന്ന് അവിടെയുള്ളവർ പറയുന്നു. പക്ഷേ എനിക്ക് വളരെ സന്തോഷം, ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലുള്ളവർക്കായിരുന്നു ഏറ്റവും വലിയ അതുപോലെ ആശങ്കയൊക്കെ മണിപ്പൂരിനെ കുറിച്ച്. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ വളരെ വ്യക്തമല്ലേ. ഈ ന്യൂനപക്ഷങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഇത് മനസ്സിലാക്കണം. ഞങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നു? ഒരു സ്ഥലത്ത് 2 സമുദായങ്ങൾ തമ്മിലുണ്ടായ സ്പർദ്ധയെ അത് മറ്റൊരു കലാപമാക്കി മാറ്റി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് അവിടെ കലാപമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു സന്ദേശം കേരളത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ വിരുദ്ധരാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് ഇവരുടെ പ്രചരണം. എനിക്ക് രസകരമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സലീം മടവൂർ പറഞ്ഞു, ആദ്യം പറഞ്ഞ മറുപടിയല്ലേ ഇപ്പോൾ സലീം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത്
ഞങ്ങളെ തന്നെയാണ് എന്ന് പ്രധാനമന്ത്രിക്കും മറ്റുള്ളവർക്കും തോന്നിയെന്നാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞില്ല? എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇന്ത്യയിലെ ഹിന്ദുക്കളെ, ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ പരാമർശം നടത്തിയില്ല എങ്കിൽ അത് ശരിയാണോ? പ്രതികരിക്കാതിരുന്നാൽ ശരിയാണോ? അതുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ മൂല്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുയോജ്യമല്ല ഭൂരിപക്ഷം വരുന്ന ആളുകൾ എല്ലാവരും എന്ന് പറഞ്ഞു. അതിപ്പോൾ സലീം മടവൂർ തിരുത്തിയതുപോലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ തിരുത്തുക, അത്രേ വേണ്ടൂ. ഇതൊക്കെ നമുക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ഇവിടെ ഉണ്ടായത് എന്താണ്? അദ്ദേഹം ഉദ്ദേശിച്ച ഒന്നായിരിക്കാം, അദ്ദേഹം പറഞ്ഞ് വേറൊന്നായിരിക്കാം. അത് പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. എന്നിട്ട് ഒളിച്ചു കളിക്കണ്ട. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് നോക്കിക്കാണുമ്പോൾ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ BJP എന്നോ RSS എന്നോ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഹിന്ദു അപകടം 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 എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യായീകരണത്തിന് വേണ്ടിയല്ല നമ്മൾ പറയേണ്ടത്, തെറ്റുകൾ തിരുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത്. യെസ്, ഡോക്ടർ സോയ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അല്ലെങ്കിൽ ഈ ലോക്സഭയ്ക്ക് പുറത്ത്, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒക്കെ പുറത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഒക്കെ അതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണൂ. നമുക്ക് ഒരു സഭാതലമാണ് അല്ലേ? ആ സഭാതലത്തിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തുമ്പോൾ, ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തുമ്പോൾ അതിനെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കൃത്യമായ അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ കരുതുക? ഇപ്പോൾ രാഹുൽ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരാമർശം നടത്തി. നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂർ വിഷയം, അതുപോലെ അയോധ്യയെക്കുറിച്ചുള്ള പരാമർശം, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കത്തിക്കയറുകയായിരുന്നു. പക്ഷേ ഈ ഒരു പരാമർശം കൊണ്ട് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്, എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്, അതെല്ലാം മങ്ങിപ്പോയില്ലേ? ഇപ്പം ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ടായി വരുന്നത് ഈ ഹിന്ദു വിരുദ്ധ പരാമർശം തന്നെയല്ലേ? ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ക്ലാസ് കൊടുക്കാൻ പക്വതയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ ഇല്ലാത്തതാണോ പ്രശ്നം? അവരെങ്ങനെയാ മറുപടി പറയുന്നത്? കോൺഗ്രസിന് അങ്ങനെ ക്ലാസ് കൊടുത്ത് മറുപടി പറയേണ്ട യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം രാഹുൽ ഗാന്ധി കോച്ചിങ്ങും ടീച്ചിങ്ങും ഒക്കെ വേണ്ടേ ഇദ്ദേഹത്തിന്? അല്ലെ, വളരെ പൊളിറ്റിക്കൽ കോൺഷ്യസ് ഉള്ള, അല്ലെങ്കിൽ അത്രയും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള, അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം വരുമോ? ഹിന്ദു വിരുദ്ധ പരാമർശം വരുമോ? BJP-ക്കാർക്കും സംഘപരിവാർക്കാർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ക്ലാസ് എടുക്കാൻ ഈ നാട്ടിലെ RSSകാരും BJP-ക്കാരും ശ്രമിച്ചത് കൊണ്ട് കാര്യവുമില്ല. കാരണം അത്തരത്തിൽ എന്താണ് അല്ല, അങ്ങനെ ആ കുടുംബത്തിനെതിരെ ക്ലാസ് എടുക്കാൻ ഇന്ത്യയിൽ കോൺഗ്രസിൽ ഒരാൾക്കും കഴിയില്ലല്ലോ സർ. കോൺഗ്രസ്, നേരത്തെ നിങ്ങൾ നിരന്തരം സംസാരിക്കുന്നത് കേട്ടു, കോൺഗ്രസിന് ഈ കുടുംബത്തിനെതിരെ. ഈ രാജ്യത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങള് പിന്നെ ഈ രാജ്യത്ത് ഈ 10-70 കൊല്ലം കഴിയുമ്പോ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം കഴിയുമ്പോ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലായി എന്ന് ഈ രാജ്യത്ത് ഒരു കാലത്തും ഇല്ലാത്ത വിധം തോന്നിയ 10 വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കുറെ നേരമായി കോൺഗ്രസ് ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്തു, കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം എടുത്തു എന്ന് നിരന്തരം BJP-യുടെ പ്രതിനിധി പറയുന്നത് കേട്ടു. കഴിഞ്ഞ ഈ 70 കൊല്ലവും ഇല്ലാത്ത തരത്തിലുള്ള പിന്നെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയാണ് കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യം കണ്ടത്. ഇല്ല എന്ന് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞു വെക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ, അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ ഒരു തെറ്റുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ നേരത്തെ BJP-യുടെ പ്രതിനിധി ആവർത്തിച്ചു പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വേണമെങ്കിലും തെറ്റുതിരുത്താം. കോൺഗ്രസും തെറ്റുതിരുത്തില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും തെറ്റുതിരുത്തില്ല, രാഹുൽ ഗാന്ധിയും. നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധത ഒരു മിനിറ്റ്, അങ്ങയുടെ വാക്കിൽ നിന്ന് ഒരു കറക്റ്റ് സാധനം, തെറ്റ് തിരുത്തൂല എന്നാ പറഞ്ഞാൽ തെറ്റ് തിരുത്തൂല എന്ന് തെറ്റായെന്നാണ് എന്റെ അർത്ഥം. തെറ്റ് തിരുത്തൂല, രാഹുൽ ഗാന്ധിയും തെറ്റ് തിരുത്തൂല. ഒരു മിനിറ്റ് രാഹുൽ ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയും തെറ്റ് തിരുത്തൂല, ഈ ചർച്ചയ്ക്ക് വരുന്ന വക്താവും തിരുത്തൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റായി എന്നുള്ളതാണ്.
ഞാനിത് ഇത്രയും നേരം പറഞ്ഞു വെച്ച കാര്യത്തെ നിങ്ങൾ റദ്ദ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ RSSകാരുടെയും BJPക്കാരുടെയും ക്ലാസ് കേട്ട് തിരുത്തേണ്ട ഒരു ഗതികേടും ഈ രാജ്യത്ത് കോൺഗ്രസ്സുകാർക്കില്ല, രാഹുൽ ഗാന്ധിക്കില്ല, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്കുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് കേട്ട് കോൺഗ്രസിനെ തിരുത്താൻ നിങ്ങളുടെ ബുദ്ധിമുട്ടും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൊണ്ട് കൂടി, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന അങ്കലാപ്പും കൂടി, അതിന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള പരിഹാരം. നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധത ആരോടാണ്? നിങ്ങൾക്ക് രാജ്യത്തെ ഹിന്ദുക്കൾ വേണ്ടെന്നാണോ? നിങ്ങൾക്ക് രാജ്യത്തെ ഹിന്ദുക്കൾ വേണ്ടെന്നാണോ? സംസാരിച്ചാലല്ലേ ആ പ്രസ്താവനയ്ക്ക് അർത്ഥമുള്ളൂ. നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളോട് എന്തോ ക്രൂരത ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഹിന്ദുക്കളോട് എന്തെങ്കിലും ചെയ്താലല്ലേ ഹിന്ദുക്കളെ വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞു വെക്കേണ്ടതുള്ളൂ. ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരായി ഒരു പരാമർശവും നടത്തില്ല. എന്നാൽ അന്യായമായി ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അക്രമകാരികളാണ്, അവർ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നു എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, അതും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോ അതിൽ ഹിന്ദു വിരുദ്ധമായി ഒന്നുമില്ല എന്നാണോ എന്നെ പോലുള്ളവ മനസ്സിലാക്കേണ്ടത്? അതിലെന്ത് ഹിന്ദു വിരുദ്ധതയാണുള്ളത്? ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ഞാനിപ്പോ ഹിന്ദുവാണ്, ഐ എം എ ഹിന്ദു. അപ്പൊ എന്നെ പോലുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾ അക്രമകാരികളാണ്, ഞങ്ങൾ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നതാണോ? അതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരു കാരണവശാലും രാഹുൽ ആ പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും അതിലൊരു ആശയ വ്യക്തത വരുത്തേണ്ടതില്ലേ? അതെങ്കിലും ചെയ്യേണ്ടതല്ലേ? അല്ല, പുറകോട്ട് പോകാൻ അപകടകരമായ എന്തെങ്കിലും ആ പ്രസ്താവനയിൽ ഉണ്ടെങ്കിൽ ആണ്. അപകടകരമായിട്ടുണ്ട്. ഹിന്ദുക്കൾ എല്ലാം അപകടകാരികളാണ്, അല്ലെങ്കിൽ അക്രമകാരികളാണ്, അവരാണ് വെറുപ്പും വിദ്വേഷവും വളർത്തുക. ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ, ഹിന്ദു എന്ന് പറയുന്നവർ, ഞാൻ പറയുന്നത് നുണ പറയുന്ന ഹിന്ദുക്കൾ, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഹിന്ദുക്കൾ, വർഗീയത പടർത്തുന്ന ഹിന്ദുക്കൾ, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഹിന്ദുക്കൾ, അവർക്ക് പ്രശ്നമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരാരൊക്കെയാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം രാഹുൽ കാണിക്കണമായിരുന്നു. അവരുടെ പേരെടുത്ത് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുമ്പോ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുണ്ട് ഹിന്ദുക്കളായിട്ട്. ഇനിയിപ്പോ രാഹുൽ ഇതിൽപ്പെട്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യനാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അല്ല, ഒരാളുടെ അറിയില്ലല്ലോ. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ചെയ്യേണ്ട, അത് ആദ്യം മനുഷ്യനാണോ എന്നുള്ളതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പുരോഗമന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനുശേഷമാണ് മനുഷ്യന്റെ ലിംഗവും മതവും ഒക്കെ അതിനുശേഷം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള പാർട്ടി ടിക്കറ്റ് കൊടുക്കുമ്പോൾ, മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുക്കുമ്പോൾ പോലും മതം നോക്കുന്നു. ആ മതത്തിൽ ഏതാണ് അവാന്തര വിഭാഗം വല്ലതുണ്ടോ അതുപോലും നോക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണല്ലോ പലർക്കും ടിക്കറ്റ് കൊടുക്കുന്നത്, ഡോക്ടർ സോയ. അല്ലാതെ മനുഷ്യനാണെന്ന് നോക്കിയിട്ടല്ലോ. നല്ല മനുഷ്യനായതുകൊണ്ട് ഞാനിതാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നു, അങ്ങനെ ഒരു പാർട്ടിയും കാണാറില്ലല്ലോ. അങ്ങനെ കാണാറുണ്ടോ? അങ്ങനെ വിശാല മനസ്സ് ഏതെങ്കിലും പാർട്ടി കാണിക്കാറുണ്ടോ? നെഹ്റുവിന്റെ കാലത്ത് നിന്ന് ഇന്ത്യ നരേന്ദ്രമോദിയുടെ കാലത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഏറ്റവും മതേതരമായി മുന്നോട്ട് പോകണം ഈ രാജ്യം എന്ന ഉത്സവത്തോടുകൂടെ തീരുമാനം. എന്റെ സുഹൃത്തെ, 10 വർഷം UPA ഭരണകാലം ഉണ്ടായിരുന്നു. എത്ര ലക്ഷം കോടി രൂപയാണ്, എന്തെല്ലാം കൊള്ളിവയ്പ്പാണ്, എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ, ലക്ഷക്കണക്കിന് കോടി, എത്ര ലക്ഷം കോടി അഴിമതി നടന്നത്. 10 വർഷം ഭരിച്ചു. എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നോ? നിങ്ങൾ എന്തിനാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധര് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ? ഞാൻ ചോദിക്കട്ടെ, 1989 ഫൈസാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? നടത്താൻ കഴിയാത്ത ഒരു സർക്കാർ നിങ്ങൾ വെറുതെ പ്രചരിപ്പിക്കുന്നതല്ലോ. അടിസ്ഥാനപരമായി അഴിമതി മാത്രം എടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ പിറകിലേക്ക് സഞ്ചരിക്കണ്ട. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു പരീക്ഷ പോലും രാജ്യത്തെ പൊതുവായി സുഹൃത്തെ, എത്ര കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ജയിൽവാസം അനുഭവിച്ചു, ത്യാഗം നടത്തി, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ കോൺഗ്രസ് നേതാക്കൾ ജയിലിൽ പോയത്? സന്തോഷം, ഒറ്റ മിനിറ്റ് ഡോക്ടർ സോയ, ഒറ്റ മിനിറ്റ്. എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സലീം മടവൂരിനോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. സലീം മടവൂര്, ഈ ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവരെന്ന്
രാഹുൽ പറഞ്ഞതുപോലെ മുസ്ലിം എന്ന് അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ എന്തായിരിക്കും ഇവിടെ പോയില്ല? അല്ല ഒരു പ്രശ്നമില്ല, ഞാൻ തന്നെ അല്ല, പറയും. ഹിന്ദു പറയുന്നത് എന്ന് അവകാശപ്പെടുന്നത് അല്ലെ ഹിന്ദു എന്ന് പറയുന്നവർ അങ്ങനെ ഒരു അതിന് പകരം മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർ എന്ന ഒരു പരാമർശമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന. സപ്പോസ് ഞാനത് പറയട്ടെ, ഞാനത് പറയാം. വേണ്ട വേണ്ട, ഒരു വ്യക്തത, ഒരു മിനിറ്റ് എനിക്ക് തരാമല്ലോ. ഞാനൊരു വ്യക്തത വരാം. മതവിദ്വേഷത്തിന്റെ പേരിൽ ഇതര മതക്കാരെ കൊന്നൊടുക്കുന്നവരും മറ്റുള്ളവരൊക്കെ തന്നെ വിദ്വേഷത്തോടെ കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ നീതിരഹിതമായി അവരോട് പെരുമാറുന്നവരൊക്കെ തന്നെ ആരെയും മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരാളോടുള്ള എതിർപ്പ്, അയാളോട് നീതി നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്നാണ് ഇസ്ലാം മതം അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളോടുള്ള എതിർപ്പ്, അയാളോട് നീതി നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അപ്പൊ നീതി നിഷേധിച്ചാൽ പിന്നെ നിങ്ങൾ ആ മതത്തിൽപ്പെട്ട ആളല്ല. അപ്പോ എല്ലാവരോടും നീതി പുലർത്തണം. അപ്പൊ ഹിന്ദു മതം അത് തന്നെ പഠിപ്പിക്കുന്നത്, ക്രിസ്ത്യൻ മതം അത് തന്നെ പഠിപ്പിക്കുന്നത്. എല്ലാവരോടും സ്നേഹം പുലർത്തണം. വിദ്വേഷവും കൊലപാതകവും മറ്റുള്ള മതക്കാരെ കൊന്നൊടുക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യണം, അവരെ ഒരു പ്രദേശത്ത് പൂർണ്ണമായിട്ട് കൂട്ടക്കശാപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ തന്നെ അതാത് മതത്തിന്റെ. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല സലീം മടവൂർ. ഹിന്ദു എന്ന പരാമർശത്തിന് പകരം മുസ്ലിം എന്ന പരാമർശമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പുകിലുണ്ടാകുമായിരുന്നു. ഇന്ത്യയില് അല്ല, ഇത് പറയാ എന്ത് സംശയം, എല്ലാവരും ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത്. ഇനി രണ്ട്, ഹിന്ദു മതത്തിന്റെ അതായത് കള്ളത്തരം പറയുന്നവരും വിദ്വേഷം പുലർത്തുന്നവരും ഹിന്ദു മതക്കാരല്ല എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഭരിക്കുന്ന BJP വ്യാജ പ്രചരണം നടത്തിയും വിദ്വേഷ രാഷ്ട്രീയം ഇപ്പൊ തന്നെ ഒന്നുമില്ലാത്തൊരു കാര്യം. ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ല, നിങ്ങൾ കളവ് പറയുന്നവരാന്ന് പറയുമ്പോൾ അവരൊക്കെ തോന്നുകയാണ് ഞങ്ങൾ ഹിന്ദുക്കളെയാണോ പറഞ്ഞത്. അല്ല, അവിടെ ഇരിക്കുന്ന BJPക്കാരെയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കള്ളത്തരവും വ്യാജ പ്രചരണവും നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഇങ്ങനെ പലതും തോന്നും. സലീം മടവൂർ അവിടെയുള്ള BJPക്കാരാണെങ്കിൽ അവരുടെ പേരെടുത്ത് പറയാം, RSS നേതാക്കന്മാരുടെ പേരെടുത്ത് പറയാം. ഇവരാണ് കള്ളപ്രചരണത്തിന്റെ അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണത്തിന്റെ മൊത്ത കച്ചവടക്കാർ എന്ന് പറയാം, പേരെടുത്ത് പറയാം. പക്ഷേ ഹിന്ദു എന്ന് അധിക്ഷേപിക്കുമ്പോൾ അതിന് പല അർത്ഥതലങ്ങളുണ്ട്. അത് ഹിന്ദു വിരുദ്ധമാണ്. അത് രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൻ തന്നെ എന്ന് പറഞ്ഞു. അതുപോലെയാണിത്. ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവൻ തന്നെ പറയാറുണ്ട്. അതേപോലെയാണ് BJPക്ക് തോന്നുകയാണ് ഈ പറയുന്നതൊക്കെ ഞങ്ങളെ കൊണ്ടാണ്. ഈ BJP സന്തോഷം പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയമായി. അല്ല, സലീം മടവൂര് പറഞ്ഞത്, സലീം മടവൂര് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? അങ്ങനെ കരുതണം. ഏതാ സിനിമയെ പറഞ്ഞാൽ ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശാണെന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവരെയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയാണെന്നുള്ള അവർ തീരുമാനിക്കണമെന്ന് പറയുന്ന എന്ത് മടയത്തരമായ വർത്തമാനമാണ് സലീം മടവൂർ ഇത് പറയുക. ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വ്യക്തത വേണ്ടേ? അപ്പൊ ഞാൻ ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇത് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശം ഇതാണ്, പക്ഷെ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ. എന്ന് പറയുന്ന പോലെ ഓക്കെ. എന്തായാലും രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഹിന്ദു വിരുദ്ധ പരാമർശമാണ്. അത് രാജ്യത്തെ കോടാനുകോടി ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.